ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ നല്ല ഭക്ഷണം കിട്ടുന്നത് ഒന്നും ആരെയും കല്യാണം പിടിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓണം വിഷു ഇങ്ങനത്തെ പരിപാടിക്കാണ്. എന്നാൽ വീട്ടിൽ ഒരു കറി തന്നെ മര്യാദക്കില്ലാത്ത എത്രയോ കാലത്ത് ഞാൻ വന്നത്. അതെ, കാസർഗോഡ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ നല്ല മനുഷ്യരുമാണ്. അങ്ങനെ ഓണം ഇങ്ങ് വന്നെത്തുകയായി. പൂക്കളും പൂവിളികളുമായി ഒരുപാട് ആളുകൾ ഇപ്പോൾ ഓണത്തെ വരവേറ്റ് കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും തിരക്കിലായിരിക്കും അർജുനെ. സദ്യയുടെ അതുപോലെ പൂക്കളത്തിന്റെ ഒക്കെ തിരക്ക് തന്നെ ആയിരിക്കും. പക്ഷേ തിരക്കില്ലാത്ത കുറച്ച് മനുഷ്യരുണ്ട്. അതെ, ആ മനുഷ്യരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. വേറെ എവിടെയല്ല, കാസർഗോഡിന്റെ സ്വകാര്യ അഹങ്കാരങ്ങൾ എന്ന് പറയാം അല്ലെ. കാസർഗോഡിന്റെ ഓണവിശേഷങ്ങൾ, കാസർകോട്ടത്തെ കൊച്ചു സിനിമാക്കാരോടൊപ്പം. അങ്ങനെ വീണ്ടും ഒരു പൊന്നോണം ഇങ്ങ് വന്നെത്തുകയായി. നമ്മുടെ കാസർഗോഡിന്റെ സ്വകാര്യ അഹങ്കാരങ്ങളായ 3 വ്യക്തികളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഉണ്ണിച്ചേട്ടനുണ്ട്, കുഞ്ഞികൃഷ്ണ മാഷുണ്ട്, അതുപോലെ നമ്മുടെ വക്കീലിനൊക്കെ എല്ലാവരും അറിയുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് കാസർഗോഡത്തെ ഓണം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഐ മീൻ ആ വൈബൊക്കെ എങ്ങനെയുണ്ട്, ഒന്ന് വിശദീകരിക്കാമോ? പറഞ്ഞ എങ്ങനെ പറയണം, നിങ്ങളുടെ ആശാൻ ആദ്യം പ്രായമുള്ളവരെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രായം കൊണ്ട് ഞാനാണെങ്കിലും കുറച്ചും കൂടി അനുഭവം കൊണ്ടാ ഇദ്ദേഹം പറഞ്ഞത്. മാഷോ വക്കീലോ തീരുമാനിക്കാം. മാഷ് പറയും. അതെ, ആശാനാണല്ലോ മാഷ്. കാസർഗോഡിൻ്റെ ഓണം എന്ന് പറയുന്നത് ഇന്നത്തെ ഓണം ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവട ഓണമായി മാറിയെന്നുള്ളതാണ്. പണ്ടത്തെ ഓണേ അല്ല. പണ്ടത്തെ ഓണയല്ല. പണ്ട് ഓണം എന്ന് പറഞ്ഞാൽ നാട്ടിലെ തൊടിയെല്ലാം പോയി കോട്ടാള കൂട്ടി തുമ്പപ്പൂ, അതുപോലെ തന്നെ മറ്റേ കൊണ്ടപ്പൂ എന്ന് പറഞ്ഞാൽ അറിയാം, മഞ്ഞക്കോളാമ്പി, അതുപോലെ തന്നെ ഈ എള്ളുംപൂ മനസ്സിലായില്ല. എള്ളുംപൂ ഉണ്ട്. എള്ളുംപൂ എന്ന് പറഞ്ഞാൽ കാട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ എള്ളല്ല. ആ എള്ളിന് നല്ല പൂവുണ്ടാവും. റോസ് നിറത്തിലെ പൂവാണ്. ഹനുമാൻ കിരീടം. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാക്കപ്പൂ ഇത് കാക്കപ്പൂ കിട്ടണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്താണ് കാക്കപ്പൂല് കണ്ടത്തിൽ പോയാലേ കിട്ടും. കണ്ടെന്ന് പറഞ്ഞാൽ അറിയാം, വയലിൽ പോയാൽ മാത്രമേ കാക്കപ്പൂ കിട്ടൂ. അപ്പൊ കാക്കപ്പൂ ശേഖരിച്ച് അത് ശരിക്കും പറഞ്ഞാൽ ചിങ്ങമാസം തുടങ്ങിയാൽ നമ്മളെല്ലാം വീടുകളിലെ മുറ്റത്ത് പൂക്കളിടും. 30 ദിവസം. ശരിക്കും 30 ദിവസം പൂക്കൾ ഈ ഒരു ജില്ലയിൽ മാത്രമേ കാണുള്ളൂ. 30 ദിവസം പൂക്കളിച്ച് മറ്റെല്ലാ സ്ഥലത്തും അത്തം 10 ഓണം. പക്ഷെ നമ്മളെല്ലാം ഭാഗത്ത് 30 ദിവസം പൂക്കളിടും. കേരളത്തിൽ കാസർഗോഡ് മാത്രമേ ഉള്ളൂ എന്നാണ്. അതല്ലേ, കണ്ണൂരിന്റെ ചില ഭാഗത്തുണ്ട് ഉണ്ടാവും. അതുപോലെ ഈ ചിങ്ങവെള്ളം എന്നൊക്കെ പറയുന്ന ഒരു ചിങ്ങവെള്ളം വെക്കും. ചിങ്ങവെള്ളം എന്ന് പറഞ്ഞാൽ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പൂവിടുന്നതിനൊരു പ്രത്യേകത പറഞ്ഞാൽ ഇപ്പം കോൺക്രീറ്റ് കളങ്ങളല്ലേ, മുമ്പ് ചാണം തേച്ച് ഈ ചിരട്ടക്കരിയല്ല, മറ്റേ ഈ ബാറ്ററിയിലെ കരി ചകിരിക്കരിയാണ് ശരിക്കും പറഞ്ഞ് ഉപയോഗിക്കുക. ചകിരിക്കരി കിട്ടാത്തപ്പോൾ ബാറ്ററിയിലെ കരി ഉപയോഗിച്ച്, ബാറ്ററി പൊട്ടിച്ചാൽ കിട്ടുമല്ലോ, അത് നല്ല കളറ് കിട്ടും ഈ ചാണകത്തിൽ കൂട്ടിയാൽ. എന്നിട്ട് അത് വെച്ച് തേച്ച് അതാണ് പൂക്കൾ ഉണ്ടാക്കുന്ന ബേസ്. അതാണ് നല്ല മനോഹരമായ ഒരു കളം. ആ കളത്തിലാണ് പൂക്കൾ ഇടുക. 30 ദിവസം പോകും. വലിയ ആഘോഷം തന്നെയാണ്. അത് രാവിലെ തലേനാളെ സ്കൂൾ വിട്ടു വന്നാൽ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം കൂടി ഒന്നിച്ച് പോവും, പൂയിരിയാൻ പോവും. കോട്ടാള എന്ന് പറഞ്ഞാൽ പ്ലാവിന്റെ കോട്ടാളയാണ്. കോട്ടാള പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ശേഖരിച്ചു വെക്കുന്ന സാധനം, അതായത് നമ്മുടെ ഒരു കൊട്ട പോലെയൊക്കെ ഇലകൾ കൊണ്ട് തുന്നി ഉണ്ടാക്കുന്ന സാധനം. ഇലകൊണ്ട് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരെ അല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയുന്നില്ല. ഈ പ്രായത്തിൽ ആർക്കും പറയാൻ സാധ്യതയില്ല. ഈ നാട്ടുകാർക്ക് പറയാൻ സാധ്യത. പുതിയ കുഞ്ഞിലെ ചിലപ്പം പൂവിന്റെ കോട്ടാളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിലപ്പോ കിട്ടുമായിരിക്കും. പ്ലാവില കൊണ്ട് കോട്ടാള കൊട്ട് ഈർക്കിൽ വെച്ചിട്ട് അത് റെഡിയാക്കിയിട്ട് അതിലാണ് പൂവിരിയ. പൂവിരിയിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ വളഞ്ഞ സാധനമാക്കും. അത് ഉപയോഗിച്ചിട്ടാണ് പൂവിരിയാൻ വേണ്ടി പോവുക. അങ്ങനെ പൂവിരിഞ്ഞ് പൂക്കളുണ്ടാവും. വലിയ സ്ഥലങ്ങളെല്ലാം കളക്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഓരോ വീടിന്റെ മുറ്റത്തും ഈ പൂക്കൾ ഉണ്ടാക്കും. അതിനാന്ന് വെച്ചാലേ ഈ പിന്നെ നമ്മുടെയൊക്കെ അച്ചാച്ചനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ ഒരു റൗണ്ട് ഇങ്ങനെ പൂർത്തിയാക്കാൻ ചിലപ്പോൾ പൂ എത്തൂല. അപ്പൊ എന്താന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും അതിനുള്ളൊരു മാർഗം, ഈ പൂവിന് പകരം കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം അട്ടക്കുറുപ്പാണ്. അട്ടക്കുറുപ്പ് പറഞ്ഞാൽ കണ്ടത്തുനിന്ന് കിട്ടുന്ന സാധനമാണ്, വയലിൽ നിന്ന് കിട്ടുന്നത്. അത് ചുവന്ന കളറിലുണ്ട്, ഒരു ശരിക്കും ചുവപ്പല്ല, ഒരു മെറൂൺ, അങ്ങനെ ഒരു കളറിലൊരു, പിന്നെ പച്ച അട്ടക്കുറുപ്പുണ്ട്. അതാണ് പൂക്കളത്തിന് മറ്റു പൂ കിട്ടാത്തപ്പം പരമാവധി ഉപയോഗിക്കുന്നത് അട്ടക്കുറുപ്പും. അതുപോലെ അതിന് പകരം ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ പൂ ഇഷ്ടം പോലെ വരായിരുന്നു. അപ്പൊ മാർക്കറ്റിൽ വരികയാണ്. ഇതിന്റെ ഈ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ മാഷിപ്പ് പറഞ്ഞ ഓണത്തിന്റെ ഒരു പാരമ്പര്യം ഇപ്പൊ ഇല്ല. ഇപ്പൊ ഒരു കച്ചവട ഓണമാണ്. എല്ലാം
ഇപ്പൊ പൂക്കളാണെങ്കിലും സദ്യ വരെ ഇപ്പോ വാങ്ങിയിട്ട് ഓൺലൈനിലാണ് സദ്യ. അല്ല മുമ്പ് സദ്യ എന്ന് പറയുന്നത് നമുക്കെല്ലാം ഓണത്തിന് കിട്ടുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം. മറ്റു ദിവസങ്ങളിൽ കൊടുത്ത് തലേന്നാളത്തെ കൊടുത്തോ അല്ലെങ്കിൽ കഞ്ഞിയെല്ലാം മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. കാസർഗോഡ് ഈ ഓണസദ്യക്ക് അധികം ഈ മധുരം ഉണ്ടാവും എന്ന് പറയുന്നത് അത് കേൾക്കാറുണ്ട്. അതിന് എത്രത്തോളം കാസർഗോഡിന്റെ വടക്കേറ്റത്ത് അതാണ് ഞങ്ങൾ ഈ തെക്ക് ഭാഗത്ത് മധുരം കുറവാണ്. അങ്ങനെ മധുര പായസം ഉണ്ടാവും. പ്രഥമനോ കറിയിലൊന്നും അങ്ങനെ മധുരം ചിക്കൻ ഉണ്ടാവും. അതാണ് മെയിൻ. അല്ല മലബാറിൽ പ്രധാനമായി ഒരു നോൺ വെജ് ഐറ്റം എന്തായാലും അതിനകത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിക്കനാണ്. ചിക്കൻ ഉണ്ടാവും. ചില സ്ഥലത്ത് മീനും ഉണ്ടാവും, ചില സ്ഥലത്ത് ബീഫെല്ലാം ഉപയോഗിക്കുന്നത്. അല്ല ഇന്നാണ് ഈ കോഴി ഇറച്ചി ഓണത്തിന് കാര്യമായിട്ട് വെക്കുന്നത്. മുമ്പ് ഈ നമ്മളെ ആലയുണ്ടല്ലോ, പശുവിനെ കിട്ടുന്ന ആലയുടെ സൈഡിൽ എന്തായാലും ആ ചാണകത്തിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ വളർന്നു വന്ന കുമ്പളം ഉണ്ടാവും, അല്ലെങ്കിൽ മത്തനുണ്ടാവും, ചെരന്ന് പറയും നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇലയും അതുപോലെ തന്നെ അത് ഈ മത്തനുമാണ് പ്രധാനപ്പെട്ട കറി എന്ന് പറയുന്നത്. വേറെ കാര്യമായിട്ട് കറിയൊന്നും ഉണ്ടാവും വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനമാണ്. ഈ കടയിൽ പോയി വാങ്ങിക്കുന്ന ഒന്നുമല്ല, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അത്യാവശ്യം വേണ്ടുന്ന കുമ്പളവും അതുപോലെ തന്നെ മത്തനും ചരുവെല്ലാം ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് കറി വെച്ച് അന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം ഇല വെച്ച് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം അതാ ഒരു വർഷത്തേക്ക് 2 സദ്യ, ഓണത്തിനും. ഇപ്പൊ ആഴ്ചയില് ഇത് എല്ലാവരുടെയും സദ്യയാണ്. ഇന്നിപ്പോ തിരുവോണത്തിന് എന്തൊക്കെ സാധനങ്ങളാ ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ കുമ്പളവും മത്തനൊക്കെ ഉണ്ടാവില്ലല്ലോ എന്തായാലും. കുമ്പളവും മത്തനും വളരെ കുറവാണ്. കുമ്പളവും മത്തനും അത് കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ. സത്യത്തിൽ ഇപ്പൊ പൂക്കളം മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ, ബാക്കി ഇപ്പൊ അധികവും പല ആളുകളും ഭക്ഷണം. ഇന്ന് സദ്യ എന്ന് പറയുന്നത് എല്ലാ ദിവസവും സദ്യ തന്നെയാണ്. നമ്മളെ വീട്ടിലൊരു 3 കറിയില്ലാത്ത ഏതെങ്കിലും വീടുണ്ടായിരുന്നു. അന്ന് ഒരു കറി ഉണ്ടെങ്കിലായി. ഇല്ലാത്ത ഭക്ഷണം ഇല്ലാത്ത ഒരുപാട് ആളുണ്ട് ഉണ്ണിയേട്ടാ. ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് പഴയ കാലം പോലല്ല. ഞാനത് സ്നേഹം കൊണ്ട് ഉണ്ണിയേട്ടാ വിളിക്കുന്നതാണ്, സ്നേഹം കൊണ്ട് വിളിക്കുന്നത്. അല്ല എൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞാല് ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. അതുണ്ട്. കുറെ വീടുകളിൽ പഴയ പോലെ അല്ല എന്തായാലും. അല്ല പഴയ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം കേരളത്തിന്റെ സാഹചര്യം വെച്ച് സംസാരിച്ചാണ്. മറ്റു ഭാഗത്തല്ല കുറവാണ്. പക്ഷെ എന്താ പറഞ്ഞാൽ അത്യാവശ്യം പറയുന്നുണ്ടെങ്കിൽ കൂടി അത് ഈ പറയുന്ന പോലെ പട്ടിണിയോ ഈ പറയുന്ന ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ ഒരു നല്ല ഭക്ഷണം കിട്ടുന്നത് ഒന്ന് ആരെയും കല്യാണം പിടിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓണം വിഷു ഇങ്ങനത്തെ പരിപാടിക്കാണ്. എന്നാൽ വീട്ടിൽ ഒരു കറി തന്നെ മര്യാദക്കില്ലാത്ത എത്രയോ കാലത്ത് ഞാൻ വന്നത്. ഇന്ന് 3 കറി 2 കറി എന്തായാലും എൻ്റെ വീട്ടിലുണ്ട്. അതെന്ത് മാറ്റങ്ങളാണ്. ഞാൻ അത്രയൊന്നും വർഷമായിട്ട് എൻ്റെ 90 കാലഘട്ടം എൻ്റെ പ്രീ ഡിഗ്രി ആ ടൈം ഇവിടെ ഞാൻ ഓണം എന്ന് പറയുന്നത് ഈ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ആരും കല്യാണം പിടിച്ചാൽ നമ്മളൊന്നും കല്യാണം ആരും വിളിക്കലും ഇല്ല. വളരെ അപൂർവമാണ്. ഇപ്പം എല്ലാ കല്യാണം നമ്മളെ വിളിക്കുന്നത് നമ്മൾ ഒരു പരിചയമില്ല. അതുപോലെ അങ്ങനല്ല. അത് മാറ്റത്തിന് എന്തോ ഒരു മാറ്റങ്ങളായിരിക്കും. പക്ഷെ ഭക്ഷണം ഒരു കുഴപ്പവും ഇന്ന് നമുക്കൊന്നുമില്ല. വിഷുവിന് ആഘോഷങ്ങൾക്ക് പിന്നെ മാഷിപ്പ് പറഞ്ഞ മാതിരി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കച്ചവടക്കാരുടെ ഉത്സവമായി മാറി. ഇപ്പോ ഓണത്തിന് മാത്രല്ല എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണം നടത്തേണ്ട പോലെ ഇപ്പൊ കാറ്ററിംഗ് അല്ലേ മാഷെ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര കൂട്ടായ്മ ഉണ്ടായതാണ്. അത് ഓണസദ്യ കച്ചവടമല്ലേ. എത്ര വീട്ടില് ഇപ്പം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നാളെ സാധനം വരല്. അതുപോലെ ഇപ്പൊ ഒരു പായസം തീർന്നു പോയാൽ തന്നെ നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത സാധനം നമ്മളെ വീട്ടിലെത്തി. ഇന്നലെ എന്റെ വാട്സപ്പിൽ വന്നത് 1 ലിറ്റർ പായസം 200 രൂപ. ഇതുവരെ നമ്മുടെ നാട്ടിലെ ഈ വാട്സപ്പില് പായസം ഓണത്തിന് കുറേ ആൾ ബുക്ക് ചെയ്താ പറഞ്ഞത്. അവനെന്റെ സുഹൃത്താ. ആ ബുക്ക് ചെയ്തിട്ടുണ്ട്. പല ഈ നാട്ടിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. മാറി ചേഞ്ച്. നല്ലതായിട്ട് നമുക്ക് കാണാം. മറ്റു കുറെ നമ്മൾ ഈ സമയം വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാലോ. അതെന്നെ തെറ്റാ ഞാൻ പറയുന്നത്. എന്നാൽ പോലും നമ്മ എല്ലാരും വീട്ടിലെല്ലാരും കൂടി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഓണത്തിനെങ്കിലും അതൊന്ന് ശരിയാണ് മാഷ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അത്രയും സമയം ഇപ്പോ ഒരു സദ്യ ഉണ്ടാക്കാൻ 2 ദിവസത്തെ മെനക്കേടാണ്. അത്രയും ആൾക്കാർ എല്ലാം മെനക്കെടുന്നതിനേക്കാൾ അത് എളുപ്പം അത് ഉണ്ടാക്കാൻ വേറൊരു വിഭാഗം ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ക്രിയേറ്റീവായി വേറെ കാര്യങ്ങൾ ചെയ്യാം. മാഷ് അല്ലല്ല ക്രിയേറ്റീവായിട്ടുള്ള വേറെ കാര്യം വീട്ടിലത്തെ ഒരു ഓണം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ടല്ല, എല്ലാവരും മിക്കവാറും ടിവിയുടെ മുമ്പിലായിരിക്കും. അപ്പൊ അതാണ് വേറെ ക്രിയേറ്റിവിറ്റി. അല്ല ഞാനതിലേ ഞാൻ ആ ഭാഗത്തിൽ വക്കീലിനൊപ്പര. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കാറ്ററിംഗ് യൂണിറ്റുകൾ അവർക്കൊരു ഭക്ഷണത്തിന് ഒരു തൊഴിലായി. അതിന് പുറമെ നമുക്ക് കുറെ സമയം ലാഭം. എനക്കില്ല ഈ ഓണത്തിന് എങ്ങനെ അവരവർ വീട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തമാശാലും പറഞ്ഞ് ചിലവ് മറ്റേ മുറിച്ചും തറച്ചും കളിച്ച് ഒന്നിച്ച് ഭക്ഷണത്തിലാണ് ഈ ദിവസം മാത്രം. ബാക്കി കച്ചവടം ആയിക്കോട്ടെ. ഓണത്തിന് ഇങ്ങനെ പ്രധാനപ്പെട്ട ദിവസം നമ്മളെ വീട്ടിൽ നിന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മളെ അമ്മമാരെല്ലാം വീട്ടിൽ പുറത്തെല്ലാവരും വരുന്ന ദിവസമാണ് ഈ ഓണം. ഇത് പുറത്തില്ലവരും അടിപൊളി ആഘോഷമാണ്. അതാണ് ഇതൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അല്ലല്ല
ആഘോഷിക്കുന്ന എല്ലാ ദിവസവും ആഘോഷമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് തിരുവോണ ദിവസം അവരെ വീട്ടിൽ നിന്ന് മനോഹരമായി ഇലയെല്ലാം മുറിച്ചോണ്ടത് എടാ അത് മുറിക്കടാ ഇത് തരിക്കടാന്ന് പറയുന്നതിന്റെ മനോഹര ലോകത്തേടെ എന്റെ വീട്ടിൽ പറഞ്ഞു പായസം വേണോ ചോദിച്ചു. ഞാൻ വേണ്ട എല്ലാം ചോദിച്ചു. ഇവിടെ അടുത്ത് കാറ്ററിംഗ് ആളുണ്ട്. ഒരു സാധനം വേണ്ട. വളരെ മനോഹരമായ വീട്ടില് എല്ലാം നമ്മളെല്ലാവരും ഉണ്ണി പിന്തിരിപ്പനായി ഞാൻ മുറിക്കുന്ന ആളാ. ഞാൻ ചെരുവി കൊടുക്കും. അത് ഭക്ഷണം വീട്ടിലുണ്ടാക്കി അടിപൊളി. എന്തെങ്കിലും ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടാവും നമ്മുടെ പണ്ടത്തെ എന്തെങ്കിലും? ഓണത്തിന് നമുക്ക് നാട്ടിൽ ഓണാഘോഷം എന്ന് പറയുന്നത് തൊട്ടടുത്ത ക്ലബ്ബുകളിലെല്ലാം ക്ലബ്ബുകളും വായനശാലകളും എല്ലാ സ്ഥലത്തും ഓണാഘോഷം മത്സരങ്ങൾ നടത്തും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തടിയങ്കൂലാണ് മനീഷ തിയേറ്റേഴ്സും കൈരളി ഗ്രന്ഥാലയവും ഓണാഘോഷം നടത്തുന്നുണ്ട്. എല്ലാ വർഷവും നടത്തും. ഇത്തവണയുണ്ട്. ഇത്തവണ കുറച്ച് ആർഭാടം കുറച്ചിട്ടാണുള്ളത്. രാവിലെ മുതൽ കുഞ്ഞുങ്ങൾ ആംഗ്യപ്പാട്ട്, കഥ പറയൽ, ലളിതഗാനം, സിനിമാ ഗാനം, ഉച്ചക്ക് ഭക്ഷണത്തിന് കഴിഞ്ഞാൽ മാഷ് ഒരു കാര്യം ചെയ്യും. മാഷ് ഒരു നല്ല പാട്ടുകാരനും കൂടിയാണ്. അത് കിടക്കട്ടെ ഒരു പാട്ട്. ആരുമില്ലെങ്കിൽ പാടും. ഓണപ്പാട്ടോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. മാഷ് അതിന് നേതൃത്വം വഹിക്കും. അത്രേ ഉള്ളൂ. ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ തിരുവോണത്തിൻ കോടിയുടുക്കാൻ ഒരുങ്ങുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ. വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർക്കോണക്കോടിയായി നീ വാ വാ. ഉത്രാടപ്പൂ നിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിന് വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ. അഭിനയത്തിൽ മാത്രമല്ല നമ്മുടെ ഈ പാട്ടിലും മാഷ് സൂപ്പറാണ് എന്നുള്ളത്. വക്കീല് പാട്ട് വശമുണ്ടോ? ചോദിക്കാൻ പാടില്ല. ഇങ്ങോട്ട് അത് മാത്രം ചോദിക്കാൻ പാടില്ല. കാരണം ഇത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതില്ല ഉണ്ടാവണ്ട. എന്തായാലും കാസർഗോഡിലെ ഓണം അതുപോലെ തന്നെ നമ്മുടെ സിനിമയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും മേഖല. അപ്പോൾ ആ സിനിമ ഇനി ഏതെങ്കിലും ഈ ഓണം പ്രമാണിച്ച് എന്തെങ്കിലും വരാനുണ്ടോ മാഷേ? സിനിമ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞത് ഒരു ജാതി ജാതകം. വിനീത് ശ്രീനിവാസൻ നായകനായ സിനിമ, മോഹൻ മണ്ടൂടി സംവിധാനം ചെയ്ത സിനിമ. അത് 12-ാം തീയതി ആദ്യം ഒരു ധാരണയായിരുന്നു. പക്ഷെ എന്തോ കാരണവശാൽ അത് ഒക്ടോബറിലേക്ക് മാറി. പിന്നെ വിനയ് ഫോട്ടോ നായകനായിട്ടൊരു സിനിമയുണ്ട് സംശയം. അത് നമ്മുടെ ഓണം റിലീസ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഓണം റിലീസ് ഇല്ല. ഓണം റിലീസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്, ഗുരുവായൂർ അമ്പലനടയിൽ. പിന്നെ OTT-ൽ വന്നിട്ട് വിശേഷം. ഇത് രണ്ടും ഓണത്തിന്റെ സിനിമയായിട്ട് വേണം പരിഗണിക്കാം. വക്കീല് ഇപ്പം പുതിയ ഏതെങ്കിലും സിനിമ? പോറാട്ട് നാടകം വരാനുണ്ട്. അത് ഓണം കഴിഞ്ഞിട്ടാണ് റിലീസ്. നേരത്തെ ഫിക്സ് ചെയ്ത ഡേറ്റ് ഫിക്സ് ചെയ്താണ്. പക്ഷേ ഈ നമ്മുടെ വയനാട് ദുരന്തം നമുക്കെല്ലാം വേദനയാണ്. ഭയങ്കര ഒരു സങ്കടകരമായ കാഴ്ച. ഉണ്ണിയേട്ടൻ ഏതെങ്കിലും സിനിമ? ഉണ്ണിയേട്ടൻ്റെ സിനിമ എന്ന് വെച്ചാൽ ഞാനേ ഓണത്തിന് വീട്ടിൽ ചോറുണ്ടിട്ട് എൻ്റെ ആ ഒരു പ്രീഡിഗ്രിയെല്ലാം കഴിഞ്ഞ ഒരു കാലമില്ലേ, സിനിമക്ക് റിലീസ് സിനിമക്ക് പോലാണ് മമ്മൂട്ടി ഓർ മോഹൻലാൽ ഉണ്ടാവും. അന്ന് ഓണത്തിന് റിലീസാണ്. അപ്പോൾ അന്ന് ആ കാലത്ത് തിക്കി തിരക്ക് അന്ന് ഓൺലൈൻ ടിക്കറ്റോ പരിപാടിയൊന്നുമില്ലോ, കയ്യൊക്കെയുള്ള കാര്യക്കാരൻ അതിൻ്റെ ഉള്ളിൽ കേട്ടിട്ട് 8 സിനിമ മുമ്പിൽ കയറിയിട്ട് മുമ്പിലാണ്. അതിൽ ചിലപ്പോൾ കറക്റ്റ് പൈസ ഒരു ഉറുപ്പ്യാറ്റും വീണ് പോയാൽ തീർന്ന് നമ്മളെ. അതിന് അഥവാ ടിക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഓണത്തിന് എന്തായാലും കാണും. നമ്മൾ കൂട്ടത്തിൽ 5-8 ആൾ പോകും. അത് പോയി കഴിഞ്ഞിട്ട് എന്താ പറയുക, ടിക്കറ്റ് ഇല്ല, ബന്ദ് ഫുള്ള് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും. ഈ ഫസ്റ്റ് ഷോ സിനിമക്ക് അടുത്ത വേദി കാണും. പിന്നെ ഒരു ഭാഗ്യവശാൽ അങ്ങനെ കണ്ടത് ഇപ്പം ഓണത്തിന് എൻ്റെ ഞാൻ അഭിനയിച്ച ഒരു പടമുണ്ട് ARM അജയൻ്റെ 2ാം വർഷം ഒരു ചെറിയ വേഷം മാഷെ. പിന്നെ ഈ 20-ന് ഒരു പടമുണ്ട് ഷിനിഗാമി എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രസേട്ടൻ കുട്ടന ഷിവ, അതിന് ഒരു വേഷമുണ്ട്. പിന്നെ 29 ഇറങ്ങുന്ന ചിത്തിനി. അപ്പോൾ ഈ ഓരോ മാസം 3 പടമുണ്ട്. ഓണം റിലീസ് ഉണ്ണിയാട്ടം കൊണ്ട്. നാട്ടിലെ പ്രധാനപ്പെട്ട സിനിമാ സ്ഥലം എന്ന് പറയുന്നത് പാക്കനാറാണ്. പാക്കനാറ്. അതെ, പാക്കനാറ് വിട്ട് അയ്യോ അല്ല ഈ ഞങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അതിനുശേഷം ബാക്കി എല്ലാ സ്ഥലത്തും തിയേറ്റർ പൊളിച്ചപ്പോ പാക്കനാർ 65 കൊല്ലായി. സമ്മതിച്ചേ പറ്റൂ. അത് മാത്രമല്ല കാസർഗോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ
നിരവധി സിനിമേന്റെ ലൊക്കേഷൻ ആയി എന്നുള്ളത് നിങ്ങൾക്കെല്ലാം ഭയങ്കര കാസർഗോഡ് അതെ 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 അപ്പൊ അത് ഭയങ്കര ഒരു അഭിമാനകരമായ കാര്യം. കാസർഗോഡ് കാരണം എന്ന് വെച്ചാൽ പണ്ടൊക്കെ എല്ലാം ഇപ്പോഴും പറയുന്നത് കാസർഗോഡ് അവഗണന ഇത് മാത്രമായിരുന്നു കാസർഗോഡ്. പക്ഷെ ഇപ്പോ സിനിമാക്കാരെങ്കിലും കാസർഗോഡിന് ഒരു മുന്തിയ പരിഗണന കൊടുത്തിട്ടുണ്ട് അല്ലേ? കാസർഗോഡ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ നല്ല മനുഷ്യരുമാണ്. മനുഷ്യന്മാർ അല്ലതാ കാണാൻ മാത്രമല്ല ഈ ഭയങ്കര സഹകരണമാണ്. മറ്റു സ്ഥലം ചൂഷണമില്ല. ഇപ്പൊ സിനിമക്കാർ വലിയ പണക്കാരാണ്, അവരെ പിന്നെ പറ്റിച്ചു കളിയാന്നുള്ള ചിന്തയൊന്നും ഇവിടെ ഇല്ല. വളരെ സ്നേഹത്തോടെ പെരുമാറുന്നവരാണ്, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നവരാണ്. പിന്നെ ആരോടും അസൂയയും കുശുമ്പൊന്നുമില്ല. അത് നേരിട്ട് ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അല്ല, കേരളത്തില് എന്താ പറയാ, നമ്മള് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും മനുഷ്യന്മാർ ഭയങ്കര സാഹോദര്യമുള്ളവരാണ്. നമ്മൾ വയനാട് ദുരന്തത്തിൽ നമ്മൾ തെളിഞ്ഞതാ. അപ്പോൾ നമുക്ക് ഓണത്തിന്റെ ഇടയിലും ആ ഒരു കൂട്ടായ്മ ഐക്യമൊക്കെ നമുക്ക് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വയനാട് ദുരന്തത്തിന്റെ സമയത്ത് നമ്മളെല്ലാം അതിന്റെ ദൃഷ്ടാന്തം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ മീഡിയ പേഴ്സൺസ് ആണ് വയനാട് ദുരന്തത്തിന്റെ മുഴുവൻ ഭീകരതയും സമൂഹത്തിലേക്ക് എത്തിച്ചത്. വലിയ ഘടകമായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV ഒക്കെ വലിയ സേവന ആ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അവർ പുനരധിവാസത്തിനൊക്കെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലെ മീഡിയനോട് ഞങ്ങൾക്ക് ഭയങ്കര വിമർശനം ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ മീഡിയ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം കൂടി ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ മാഷേ, ഈ ചില സമയത്ത് നമ്മൾ ഈ ദുരന്ത സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിത് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു സംശയം വരും. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നത് ചിലപ്പോൾ കരയുന്നു, കണ്ണീര് വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ആ അനുഭവങ്ങൾ TV ചാനലിലൂടെ പല ആൾക്കാർ കാണുമ്പോൾ അതുകൊണ്ടാണ് പല മേഖലയിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്ന് വിദേശത്ത് നിന്ന് ഉൾപ്പെടെ നമ്മുടെ നാടിനോടൊരു സഹായ ഹസ്തമായിട്ട് നിരവധി വന്നത്. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കൂടി നിങ്ങളുടെ എല്ലാം മുമ്പിലേക്ക് പറയാണ്. വിമർശനം മറ്റു കാര്യങ്ങളിൽ ഈ കാര്യങ്ങളിലല്ല. നിങ്ങൾ പലപ്പോഴും ഈ വാർത്ത വരുന്ന രീതി ഉണ്ടല്ലോ, ചില ഓണത്തിന്റെ സമയത്ത് അത് വേണ്ട. പിന്നെ ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ തന്നെ മാഷയുടെയൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് ഇപ്പം മക്കളും കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ വീട്ടിലിപ്പം വന്നിരിക്കുന്നുണ്ടാവും. എല്ലാവരും ഇങ്ങനെ എന്താ പറയാ ഓണത്തിന് അല്ല മാഷ അപ്പോ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരെല്ലാം മാഷ കാണാൻ വേണ്ടി വരുമായിരിക്കുമല്ലോ. നമ്മ അങ്ങോട്ട് പോകും. മാഷ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞങ്ങളിപ്പോ പല സ്ഥലത്തും പോകുന്ന സമയത്ത് മാഷ്ക്ക് ഒരുപാട് ശിഷ്യരുണ്ട്. അപ്പൊ അവരെല്ലാം മക്കളെ വേണം കൊച്ചുമക്കളാന്ന് വിചാരിക്കുന്നത്. അവര് 2 തലമുറ 3 തലമുറ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരേ സമയത്തിന്റെ മാഷ. അതിന്റെ അത് അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യാണ്. തീർച്ചയായും. ഈ പിന്നെ മാഷ സംബന്ധിച്ചിടത്തോളം ഈ ഒഴിവ് സമയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. വക്കീലിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഒഴിവ് സമയം സിനിമ കഴിഞ്ഞിട്ടുള്ള സമയം പ്രധാനപ്പെട്ടത് വക്കീൽ തന്നെയാണ് ഇപ്പോഴും. അപ്പൊ അദ്ദേഹം അല്ലെങ്കിൽ സിനിമയിൽ ഇഷ്ടംപോലെ ചാൻസ് ഈ വക്കീൽ പണി ഒഴിവാക്കാൻ. അല്ല, ഉണ്ണിയേട്ടൻ ഇപ്പോ ഈ സിനിമ കഴിഞ്ഞാൽ മറ്റെന്താ പ്രധാനപ്പെട്ട വിനോദം? അത് കഴിഞ്ഞാൽ മുഴുവൻ മറ്റേ ഇത് കോഴ്സൊന്നും കഴിയാത്ത ഒരു അധ്യാപനം കൂടിയാണ്. ഒരു കലാപരിശീലകനല്ലേ ഞാൻ. 25 കൊല്ലം കലോത്സവം. അത് എല്ലാ കാലത്തും നമ്മള് എത്ര കേരളത്തിലെ എല്ലാ ജില്ലകളും പഠിപ്പിച്ച അധ്യാപക വിശാല അല്ല. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസ് കിട്ടുന്ന എല്ലാ കൊല്ലവും 20 കൊല്ലം തീർച്ചയായിട്ടും. അതൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. പരിശീലിപ്പിച്ചു അല്ലേ? ഇപ്പൊ ചെയ്യലുണ്ടോ? ഇപ്പം ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ആ ദിവസം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, ആരെങ്കിലും വിളിക്കുന്നത് എപ്പം വിളിക്കുന്ന അറിയില്ല. അപ്പം അത് പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം തൽക്കാലം എന്നാലും ചെയ്യും, ഇടയ്ക്ക് ചെയ്യണം. ഇപ്പോ പണ്ട് ഏതോ ഒരു കുറച്ച് വീഡിയോ വൈറലായത് കണ്ടു. ഇപ്പൊ കൃഷിപ്പണിക്കൊക്കെ പോക്കണ്ട? ഇത് കൃഷിപ്പണി ഉണ്ട് ഇപ്പം ചെയ്യാനായിട്ട്. വയലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മക്ക് വേണ്ടി. അതെ 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 മാഷ. അർജുനെ, നമ്മുടെ കൂടെ ഇപ്പൊ ഒരു മണവാളനുണ്ട്. ആരാ മനസ്സിലായോ? ആളെ ഞാൻ വേണമെങ്കിൽ തൊട്ട് കാണിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടാ, എങ്ങനെയുണ്ട് ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ ഓണാണ്? എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ്? എന്തൊക്കെയാണ്? എൻ്റെ കല്യാണത്തിന് എനിക്ക് വലിയ സങ്കടമായത്, ഞങ്ങളുടെ മാർച്ച് 8-നായിരുന്നല്ലോ കല്യാണം. ആ സമയത്ത് ഞാൻ മാഷോട് അതിൻ്റെ ഒരു മാസം മുമ്പേ മാഷോട് പറഞ്ഞു, മാഷ മാർച്ച് 8-ന് എടി ആവാൻ പാടില്ല. മാഷോട് കാര്യം പറഞ്ഞിട്ടില്ല. മാഷ് ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു ഞാൻ എന്തായാലും എത്തുമെന്ന് പറഞ്ഞു. അന്ന് പക്ഷെ അന്ന് വൈകിട്ട് പറഞ്ഞാൽ എങ്ങനെ വരാൻ പറ്റിയില്ല. അതൊരു സങ്കടം ഉണ്ടായിരുന്നു. മാഷ് വരുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലല്ല, ഞാൻ മാർച്ച് 8 എഴുതി വെച്ചു. വയനാട്ടിലാണ് ഷൂട്ടുണ്ടായത്. അപ്പോൾ ഷൂട്ട് തീരാൻ പിന്നെയും 2-3 ദിവസം എടുത്തു. അപ്പോൾ എന്തായാലും വരാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഇത് വിളിച്ചു പറഞ്ഞു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ കല്യാണമാണ് സംഭവം. പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ശുക്ർ വക്കീൽ വൈറലായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ ഓണമാണ്.
അല്ല കല്യാണം കഴിഞ്ഞു. പക്ഷെ അത് ആ കല്യാണത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തിയാണ്. അതിപ്പോൾ മാഷൊക്കെ എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു ആ കാര്യത്തിൽ, വലിയ രീതിയിൽ അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ ന്യായം എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്, അല്ലേ മാഷ? തീർച്ചയായും തീർച്ചയായും. ഈ ഓണത്തിന് അങ്ങനെ പ്രത്യേകമായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അതായിരുന്നു. ഞങ്ങളിപ്പോൾ ഇന്ന് ഞങ്ങൾ യാത്ര പോവാണ്, ഓണം കഴിഞ്ഞു വിടണ 2 ദിവസത്തേക്ക്. ഹണിമൂണാണോ? മക്കളോടൊപ്പം ഒരു യാത്ര പോവുകയാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല അതിനുശേഷം ഉണ്ടായ ഒരു സാമൂഹിക പ്രശ്നങ്ങൾ, ഒരുപാട് ആൾക്കാർ അങ്ങനെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് പക്ഷേ വയനാട്ടിൽ നിന്ന് കൽപ്പറ്റ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കല്യാണം കഴിഞ്ഞ 4 പേര് 67-70 വയസ്സായ ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ എനിക്ക് അയച്ചു തരും, ഞങ്ങളും കൂടെ കല്യാണം കഴിച്ചു കുറച്ച്. അത് എനിക്ക് തോന്നുന്നു വലിയൊരു സാമൂഹ്യ മാറ്റമാണ് കേരളത്തിലെ സമൂഹത്തിൽ, ഇന്ത്യയിൽ മുഴുവനും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക സിനിമയിൽ വന്നുകൊണ്ടാണ് അത്ര ശ്രദ്ധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് സിനിമയിൽ വന്നൊരാൾ ഇപ്പോൾ അതിന് വലിയൊരു സിനിമ എന്ന മാധ്യമം കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് സംഗതിയായിട്ട് എനിക്ക് അതിന് തോന്നുന്നുണ്ട് മാഷ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അത് അങ്ങനെ വൈറലാവില്ല. ഒരു വാർത്ത വരുമായിരിക്കും ചിലപ്പോൾ, അത് ചിലപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വാർത്തയായി മാറും. അത് ഇങ്ങനെ ഫോളോ ചെയ്യാനും ആരും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രശസ്തമായ അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരാൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ആ ഒരു ആശയത്തെ ഫോളോ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഉണ്ണിയേട്ട വീട്ടിൽ എങ്ങനെ ഓണത്തിന് ഭാര്യ എന്തെങ്കിലും കൊട്ടേഷൻ തന്നിട്ടുണ്ടോ? ഒരു കൊട്ടേഷനില്ല, അടിപൊളി തന്നെ. എല്ലാ വർഷവും ചിലപ്പോൾ അന്ന് നമ്മൾ വൈകുന്നേരം എപ്പോഴും പരിപാടി ഉണ്ടാവില്ല. പണ്ടും ഈ കലയുമായി ബന്ധപ്പെട്ട കാലം വരെ പണ്ട് നാടകം ചെയ്യാൻ പോകും. എല്ലാ ഓണത്തിനും സ്ഥിരമായിട്ട് കരിന്തൽ എന്ന് പറഞ്ഞാൽ 12 കൊല്ലമായിട്ടും എൻ്റെ ഓണം എല്ലാം കരിന്തളത്താ. രാവിലെ ഒരു 3 മണിക്ക് 4 മണിക്ക് കഴിയും പരിപാടി, നാടകം സംവിധാനം ചെയ്തെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണെന്നുള്ള നാടകം ഉണ്ടായി. ഒരു 10 വർഷം തന്നെ കരിന്തൽ ഒരു ക്ലബ്ബിൽ സ്ഥിരമായി നാടകം സംവിധാനം ചെയ്യും. രാവിലെ പിന്നെ പോകാൻ പറ്റില്ല, കടവ്, അതായത് ഈ പുതാവൂര് അന്ന് കടവാണ്, പാലുമില്ല അല്ല. പക്ഷേ അപ്പോൾ അന്ന് ഞാൻ ആടെ ആ ചുരുണ്ട് കിടക്കും ആ ക്ലബ്ബിൽ തന്നെ. അപ്പോൾ 3-4 ആളുണ്ടാവും, ലൈറ്റും മ്യൂസിക്കിൻ്റെ എല്ലാം ആണ്. ഒരു 10 കൊല്ലം അങ്ങനെ ഉണ്ടായി. നാടെ കടന്നുറങ്ങി രാവിലെ വിളിക്കും, അതാ കടവുകാരൻ വന്നു, കടവുകാരൻ 6 മണിക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം അങ്ങനെ. പിന്നെ എല്ലാ വർഷവും കലാരംഗത്തില്ല സമയത്തല്ല എന്തെങ്കിലുമായിട്ട് പരിപാടി ഉണ്ട്. ഇപ്പോൾ നാളെയും ഒരു വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട്. പക്ഷെ ഓണത്തിന് നാട്ടിൽ തന്നെ വീട്ടിൽ തന്നെ കുട്ടികളോടൊപ്പം അല്ല അമ്മേനൊപ്പം ഭാര്യേനൊപ്പം എല്ലാം ഭക്ഷണം കഴിക്കണം എന്തായാലും. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും സന്തോഷമില്ല ആഗ്രഹം. കുഞ്ഞേഷമാഷ വീട്ടിലെങ്ങനെയാ? വീട്ടിൽ ഓണസദ്യ ഉണ്ടാവും. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ വർത്താനം പറയുന്ന സമയത്ത് ഇന്ന് അതിനുവേണ്ടി തയ്യാറെടുപ്പെല്ലായി. ബാക്കി കാര്യം എല്ലാവരും കൂടി ഒരാളുണ്ട്, ആസാദുണ്ട്, സാരംഗ് സ്ഥലത്തില്ല. ഇതെന്തെങ്കിലും ഈ ഓണസദ്യ വിഭവങ്ങൾ മറ്റു ജില്ലക്കാരായി എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഈ കാസർഗോഡ്? അല്ല അങ്ങനെ അല്ലേ, വിഭവങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പക്ഷെ രുചികളിൽ മാറ്റം ഉണ്ടാവും. ഇപ്പൊ കണ്ണൂരത്തെ അവിയലായിരിക്കൂല കാസർകോട്ടത്തെ അവിയലാവുമ്പോൾ ഉണ്ടാവുക. നമ്മുടെ ഈ വിഭവങ്ങൾക്ക് പേരും ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ വിളിക്കുന്ന പേരായിരിക്കൂല കണ്ണൂർക്കാരെ. വിഭവത്തിന്റെ പേര് പറയാമോ? ഓലൻ, കാളൻ. ഓലൻ കാളൻ ഞങ്ങൾ അങ്ങും ഉണ്ട്. വറവ് എന്ന് പറഞ്ഞാൽ എരിശ്ശേരി പുളിശ്ശേരി അതും ഉണ്ട്. വറവ് എന്ന് പറഞ്ഞാൽ വറവ് ഞാൻ അങ്ങ് തിരുവനന്തപുരത്ത് കേട്ടു, അല്ലാണ്ട് ഇവിടെ കേട്ടിട്ടില്ല. തോരൻ ഇവിടെ വറവ് എന്ന് പറയും. എരിശ്ശേരി പുളിശ്ശേരി അവിയൽ കൂട്ടുകറി അതെല്ലാം നമ്മളെ. പക്ഷെ കൂട്ടുകറി ഒന്നും അങ്ങോട്ട് താഴെ ഭാഗത്തോട്ടേക്ക് ഇല്ല. കൂട്ടുകറി അത് വേറൊരു തരത്തിന് മറ്റേ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള നമ്മുടെ ഇവിടെ പിന്നെ കടല, പച്ചക്കായി, ഇതൊക്കെ പാലക്കാടിന്റെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ സാധനം. അത് പാലക്കാട്ട് പ്രധാനപ്പെട്ട എന്റെ വൈഫ് പാലക്കാട്ട് വരുത്തിയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നല്ല കറിയാണ് ഈ പായസം. എന്തായാലും ഈ സദ്യന്റെ ഭാഗമായിട്ടുണ്ട്. വളരെ പരിപ്പ് പ്രഥമൻ, അത് എനിക്ക് ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ പായസം കുടിക്കുന്ന ആളാണ്. കല്യാണത്തിന് പോകുന്ന തന്നെ പായസത്തിനാണ്. പായസത്തിന്റെ ഒരു കഥ പറയാം. പായസത്തിന് അതായത് എൻ്റെ ഓർമ്മ വശമാണ് പായസം എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു 4 ഗ്ലാസ് കുടിക്കും, ആരും കാണാണ്ട്. പണ്ട് ആരും കാണൂല, നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് കല്യാണത്തിന് വിളിക്കുമല്ലോ. കല്യാണത്തിന് അമ്മ പോയി കഴിഞ്ഞാൽ ഞാൻ ആ പണ്ട് പോകുമ്പോൾ 4 ഗ്ലാസ് കുടിച്ച് ആരറിയും. ഇതിപ്പോൾ വെച്ചാൽ സുഹൃത്തുക്കളെല്ലാം വരും, വീഡിയോ വരും, സംഭവം ഒരു ഗ്ലാസ് കൊണ്ട് വെച്ചാൽ മറ്റേ ക്യാമറമാൻ വരുന്നുണ്ടാവും.
ഇത് എങ്ങനെയാ അതുകൊണ്ട് ഒറ്റ ക്ലാസ് ഒതുങ്ങിയിട്ട് പോകുന്ന ഒരു കല്യാണമാണ് ഇപ്പൊ ഒരു കുറച്ച് കൊല്ലം ആ ഒരു ചൊറ മാത്രമേ എനിക്കില്ല. അതുകൊണ്ട് ആ വിഷമം കംപ്ലീറ്റ് ഇന്ന് ഓണത്തിന് തീർക്കാൻ വേണ്ടി വെച്ചിട്ടാണ്. ഒരു ഞാൻ ചോദിക്കല്ല, എന്റെ ചെക്കര് അമ്പലത്തിൽ നിന്ന് പായസം കൊണ്ട് കൊടുത്തത് അത് ഞാൻ കാണാണ്ട് കുടിച്ചോനാണ് ഞാൻ. എന്റെ മോന് പായസം അമ്പലത്തിൽ അത്രയും കിട്ടൂല്ലോ നിവേദ്യം കഴിച്ചാ. ആ പായസം കുറച്ച് ഓനെടുത്ത് വെച്ചു, എനക്കൊന്നും എല്ലാവർക്കും തന്നു. പിന്നെ ഞാൻ നോക്കും സ്കൂളിൽ പോയി കാത്ത് ഞാൻ എടുത്ത് കുടിച്ചു. അത്രക്ക് ഉണ്ണിച്ചേട്ടാ അധികം മധുരം പാടില്ല, അങ്ങനെയുണ്ട്. പ്രശ്നം നമ്മള് പിന്നെ അങ്ങനെ ഷുഗർ പ്രഷർ അൾസർ ഇതൊന്നും ഇല്ല, ഇറന്നില്ല സാധനം ഒന്നും എൻ്റെ ഇല്ലാന്നാ ഞാൻ അറിഞ്ഞത്. പരിശോധിക്കാത്തല്ല പറയാൻ പറ്റില്ല. മറ്റെന്തൊക്കെ ഓണവിശേഷങ്ങളുണ്ട് വെക്കില്ല വീട്ടിലായാലും മക്കളൊക്കെ? ഓണത്തിന് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് പൂക്കൾ ഭയങ്കര ഭംഗിയായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ പൂക്കളെ നമ്മളെ വീടിന് മുമ്പിൽ ഇപ്പൊ ഇന്റർലോക്ക് ഇല്ല, ഇപ്പം ഭയങ്കര ഭംഗിയായിട്ട് പൂക്കൾ ഇടുന്നുണ്ട് കുട്ടികൾ. അവര് സ്വന്തം ഡിസൈൻ ചെയ്തിട്ടും ഏതൊക്കെ വ്യത്യസ്തമായ പൂക്കൾ, വലിയ പൂക്കളുണ്ട്. മുംബൈയിലേക്കാളും വലിപ്പം കൂടിയ പൂക്കളാണ്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്, കഴിഞ്ഞ 3-4-5 വർഷമായിട്ടുള്ള ഒരു ട്രെൻഡാന്ന് തോന്നുന്നു. പൂക്കളെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പൂക്കളെ ഇഷ്ടം. ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, മാർക്കറ്റില് വിലകൾ വല്ലാണ്ട് കൂടിയിട്ടില്ല. പച്ചക്കറിക്ക് വില ഭയങ്കര, തക്കാളിക്കും അതുപോലെ പച്ചമുളക് എല്ലാ പച്ചക്കറിക്കും ഭയങ്കര മിതമായ വിലയിൽ സാധനം കിട്ടുന്നുണ്ട്. പൂക്കൾക്കും വില കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇപ്രാവശ്യത്തെ ഓണത്തിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ആൾക്കാർക്ക്. പണ്ട് നിങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പൂവൊക്കെ പറിക്കാൻ പോകുന്ന അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ? ചെറിയ പ്രായത്തിൽ സ്കൂളിൽ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ 85 SLC കഴിഞ്ഞ് ആ സമയത്ത് സ്കൂളിൽ പൂട്ടുന്ന സമയത്ത് ഇങ്ങനെ പോകും, അല്ലാണ്ട് ഇപ്പം വ്യാപകമായിട്ടൊന്നും അങ്ങനെയില്ല. പക്ഷേ എനിക്ക് ഈ ഓണത്തിന് എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചെറിയ എനിക്കൊരു സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമുണ്ട്. പക്ഷേ എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ കാടങ്കോട് സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ കഴിഞ്ഞത്. പ്രീ ഡിഗ്രി പയ്യന്നൂർ കോളേജിലാണ്. അപ്പോൾ പയ്യന്നൂർ കോളേജിൽ എൻ്റെ കൂടെ ഇവിടുന്ന് ചെറുവത്തൂരിൽ നിന്നുണ്ടായിരുന്നു വിദ്യാധരൻ ഉണ്ടായിരുന്നു, വിദ്യാധരൻ PT. വിദ്യാധരൻ PT ഞാനും ഒന്നിച്ചാണ് അപ്പോൾ വിദ്യാധരൻ്റെ വീട്ടിലാണ് പിന്നെ എൻ്റെ എല്ലാ ഓണം ഉണ്ടായിരുന്നത്. എനിക്കൊന്നൊരു 5-6 വർഷം അവിടെ ആയിരുന്നു. വിദ്യാധരന് ശേഷം നേവിയിൽ പോയി. നേവി കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ വിദ്യാധരൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാ പ്രാവശ്യവും ഞങ്ങളവിടുന്ന് ഞാൻ കാടങ്കോട് നിന്ന് വരും, അവൻ്റെ വീട്ടിൽ LLBക്ക് പഠിക്കുന്ന സമയത്തൊക്കെ പോയിരുന്നു. പക്ഷേ വിദ്യാധരൻ 2 വർഷം മുമ്പ് മരിച്ചു. അത് അതിന് വിദ്യാധരൻ്റെ വൈഫും എൻ്റെ ക്ലാസ്മേറ്റാണ്, സ്ത്രീകളെ 2 മക്കളുണ്ട്. അതെപ്പോഴും എല്ലാ ഓണ സമയത്ത് എനിക്കതൊരു ഭയങ്കര പ്രശ്നമാണ്. ഈ വിദ്യാധരൻ്റെ ഓർമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരും. അത് എല്ലാ ഓണത്തിനും ഞാനിങ്ങനെ ഓണം എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തൊക്കെ സന്തോഷം വരുമ്പോൾ വിദ്യാധരൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിലുണ്ടാവും. സത്യത്തിൽ ഈ സദ്യൻ്റെ ഒരു ഭയങ്കര, ഇപ്പം ഞങ്ങളൊരു മുസ്ലിം പശ്ചാത്തലമുള്ള സ്ഥലമാണ്. ഇപ്പം ഇന്നിപ്പം എല്ലാവരും ആഘോഷിക്കുന്ന പോലെ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ എല്ലാ കമ്മ്യൂണിറ്റിയും ഓണം ആഘോഷിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ ചെറിയ പ്രായത്തിലൊന്നും അങ്ങനെയില്ല. അപ്പം സുഹൃത്തുക്കൾ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ വീട്ടിൽ സദ്യ ഒന്നും ഉണ്ടാക്കുന്ന എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ഇപ്പം എൻ്റെ വൈഫും എൻ്റെ മക്കളും ചെയ്യുന്ന പോലെ എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങന്മാരൊന്നും അന്നേരം സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഓണസദ്യ എന്ന് പറഞ്ഞാൽ വിദ്യാധരൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സദ്യയാണ്. അപ്പം വിദ്യാധരൻ മരിച്ചപ്പോൾ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഒരു 4-5 വർഷം വിദ്യാധരൻ മരിച്ചിട്ട് അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. എല്ലാ ഓണത്തിനൊക്കെ ഒരു സങ്കടം ഇങ്ങനെ വരും മനസ്സിലേക്ക്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. അതായത് ഈ സന്തോഷത്തിനിടയിൽ തന്നെ ഒരുപാട് സങ്കടങ്ങൾ നമ്മളൊക്കെ വരും. പക്ഷെ നമ്മളത് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും. ആഘോഷങ്ങൾ പലപ്പോഴും നമ്മളെ ഈ ദുഃഖങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. തീർച്ചയായും. എന്തായാലും നമ്മോടൊപ്പം ചേർന്നതിന് വലിയ സന്തോഷമുണ്ട്. ഓണത്തിന് ഇപ്പൊ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം വക്കീലിന്റെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണം. കുഞ്ഞീഷ്ണ മാഷക്ക് വീട്ടില് ഒരുപാട് അതിഥികൾ തൊട്ടടുത്ത ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഉണ്ണിയാട്ടന് പായസം കുടിക്കാൻ വേണ്ടി അങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു ഓണം. ഈ തിരക്കിനിടയിലൊക്കെ ഓണത്തിന് തിരക്കൊരു സംശയം, ഇത് നാട്ടില് മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. ഇത് എരിയുമ്പോ പായസം ഇത് പ്രശ്നമാവുമല്ലേ? ഇനി ഏതെങ്കിലും കല്യാണത്തിന് പോകുമ്പോ ഉണ്ണിയാട്ട പായസം കുടിക്കാൻ നോക്കാനായി കുറച്ച് ആൾക്കാരുണ്ടാവും. അതുണ്ടാവും, മാത്രമേ കൊണ്ടുതരും അത് പറയാണ്ട്. കാരണം അയാൾക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഉണ്ണിങ്ങുവാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വയ്യപ്പുറത്താൻ്റെ പോയിട്ട്, അതായത് പുറകില് അടുക്കള വാസ്താനെ പോയിട്ട് പായസം കുടിച്ചോ. ആയിക്കോട്ടെ കൊണ്ടതോട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. അതെ ഒരുപാട് സന്തോഷമുണ്ട്. റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ 3 പേരുടെയും ഓണാശംസകൾ. എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളോടൊപ്പം ചേർന്നതിന്. കാസർകോട്ടത്തെ ഓണവിശേഷം അത് ഒരു പ്രത്യേക തരമാണ്. ഇവരുടെ ഈ കൂട്ടായ്മ പോലെ സാധാരണ രീതിയിൽ ഈ സിനിമാ മേഖല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കോംപ്ലക്സുകളും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു നാടിന്റെ ഒരു കൂട്ടായ്മയായി ഇവരെപ്പോഴും നമ്മളെ സ്വന്താണ്. നമ്മളെ എന്നും വിളിക്കും ഇവരൊക്കെ അല്ലേ, മാഷും എല്ലാരും
എന്തുണ്ടെങ്കിലും ഇത് സിനിമയല്ല അവർക്ക് സിനിമ ചെയ്യുമ്പോൾ ഇല്ലല്ലോ. പക്ഷേ ബാക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും സംസാരിക്കും ഇടപെടുകയും എല്ലാം. പക്ഷേ അല്ല അത് ആ ഒരു കൂട്ടായ്മ തന്നെയാണ് നമ്മുടെയും ഈ പറയുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ മതി, ബാക്കി രണ്ടാൾക്കാരെ അവരെന്നെ ചെയ്തോളൂ, ഞാൻ തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയൊരു അടുപ്പം. അതെ, ആ ഒരു കൂട്ടായ്മയും സ്നേഹവും നമുക്ക് ഈ കാസർഗോഡത്തെ ഈ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ എന്താ പറയുക സഹോദര തുല്യരായിട്ടുള്ള ഈ സിനിമാക്കാരാണ്. സിനിമാക്കാർ എന്നതിലുപരി ഇവരെല്ലാം നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവരോടൊപ്പം റിപ്പോർട്ടർ ടിവിയോടൊപ്പം നിങ്ങൾ ചേർന്നതിന് നന്ദി. പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ.